കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് ടി വി കണ്ടുകൊണ്ടിരുന്ന ഹരി പോയി വാതിൽ തുറന്നത്. ഒരു ബ്ലാക്ക് ഷോർട്ട്സും ബ്ലാക്ക് ടീഷർട്ടുമാണ് അവന്റെ വേഷം. വാതിൽ തുറന്നത് മുന്നിൽ ലച്ചു. ഏട്ടാ, ഒരു വിളിയുടെ ലച്ചു അവനെ മുറുക്കപ്പൂടാർന്നു. ഹരി ഒരു നിമിഷം ഒന്നും ഞെട്ടി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ നോക്കിയത് അവൾക്ക് പിന്നിലായി സ്റ്റെപ്പ് കയറി വരുന്ന ഓരോരുത്തരുടെ മുഖത്തേക്കാണ്. റയാൻഷും രുതനും ദേവേന്ദ്രനും മുത്തശ്ശനും രാമേന്ദ്രനും, അവർക്കൊക്കെ പിന്നിൽ മുറ്റത്ത് തന്നെ നിൽക്കുന്ന റോഷ്നിയെ കണ്ടതും ഹരിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായി തറച്ചു. ഒരു കറുപ്പ് ലൂസ് ജഗിൻസും കാപ്പി നിറത്തിൽ ഇത്തിരി ഇറക്കത്തുള്ള ടോപ്പുമാണ് അവളുടെ വേഷം. മുടി പോണിറ്റയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. മുഖമൊക്കെ ആകെ മാറിയ പോലെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾ തടി കുറഞ്ഞ പോലെ, മുഖമൊക്കെ ഒന്ന് ക്ഷീണിച്ച പോലെ. ഹരി, റയാൻഷി വിളിച്ചതും ഹരി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അത്രയും നേരം അവന്റെ കണ്ണുകൾ റോഷ്നിയിലായിരുന്നുവെന്ന് അവനൊരു ടെൻഷനോടെ ഓർത്തു. ഹരി എല്ലാരെയും നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവനിലായിരുന്നു. ഇത്രയും പേര് മുന്നിൽ നിൽക്കുമ്പോൾ ഹരിയിൽ ഒന്ന് പതർച്ച നിറഞ്ഞു. എന്താ രാവിലെ തന്നെ എല്ലാരും കൂടെ? അവന്റെ നെഞ്ചിൽ നിന്നാകുന്ന ലച്ചുവിനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്നതിന്റെ ഒപ്പം അവളുടെ മുഖത്തേക്ക് മൊത്തത്തിൽ എല്ലാരെയും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞങ്ങൾക്ക് ഹരിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. മുത്തശ്ശൻ പറയുമ്പോൾ ഹരി ഒരു സംശയത്തോടെ അവരെയൊക്കെ നോക്കി. ശേഷം എല്ലാരെയും അകത്തേക്ക് ക്ഷണിച്ചു. ആദ്യം അകത്തേക്ക് പോയത് ലച്ചുവാണ്. പിന്നാലെ ഓരോരുത്തരായി കയറി. അകത്തേക്ക് കയറാൻ നേരം റയാൻഷിനെ നോക്കി പുരികം പൊക്കി. റയാൻഷ് ഒരു ചീയുടെ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുണ്ട് തലയൊന്ന് കുലുക്കി കാണിച്ചു. എന്ത്? ഹരി ഒന്നും മനസ്സിലാവാതെ റയാൻഷിനെ നോക്കി ചോദിക്കുമ്പോൾ അവൻ ഹരിയെ കടന്ന് അകത്തേക്ക് കയറിയിരുന്നു. ഹരി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കിയ ശേഷം അകത്തേക്ക് കയറാതെ അവന്റെ പിന്നിലായി നിൽക്കുന്ന റോഷ്നിയെ നോക്കി. ഹരി അവളിൽ നിന്ന് നോട്ടം മാറ്റി അകത്തേക്ക് കയറാൻ നിന്നതും റോഷ്നി പിന്നിൽ നിന്ന് അവന്റെ ടീഷർട്ടിൽ പിടിച്ചു വലിച്ചു. അവൻ പ്രതീക്ഷിക്കാതെയുള്ള ആ വലയിൽ അവൻ പിന്നിലേക്ക് നീങ്ങി. ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. അവന്റെ തൊട്ടു പിന്നിലായി അവന്റെ പുറത്തോട് ചേർന്ന് നിന്നുകൊണ്ട് റോഷ്നി പറഞ്ഞതും ഹരി ഒരു ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി. നമ്മുടെ കാര്യമോ? നമ്മുടെ എന്ത് കാര്യം? കണ്ണുകൾ വീഴ്ചുണ്ട് അവൻ റോഷ്നിയെ നോക്കി ചോദിച്ചു. അവളുടെ ചുണ്ടിലൊരു ഇളം പുഞ്ചിരിയുണ്ട്, ഒരു പതിഞ്ഞ ചിരി. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്, നിനക്ക് എന്നെ ഇഷ്ടമില്ലെന്നും ഞാൻ വീട്ടിൽ പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടി വന്നതാ അവരൊക്കെ. എന്തിത് ഗുണ്ടായിസോ? ഇഷ്ടമില്ലെന്ന് പറഞ്ഞാ ഇഷ്ടമില്ലെന്ന് തന്നെ അടി. അതിന് വീട്ടുകാരെ വിളിച്ചു വന്ന് പേടിപ്പിക്കാൻ നോക്കിയാലും ഹരി പറഞ്ഞത് മാറ്റി പറയില്ല. അധികം ശബ്ദം ഉയർത്താതെ അവൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ അവൻ പറയുമ്പോൾ റോഷ്നിയുടെ ചുണ്ടിലെ പതിഞ്ഞ ചിരി മാഞ്ഞു. അവളുടെ മുഖം വാടി. സത്യമായിട്ടും എന്നെ ഇഷ്ടമല്ലേ? ഹരിയുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് റോഷ്നി ചോദിച്ചു. ഒരു സെക്കൻഡ് അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ നോട്ടം മാറ്റി. എപ്പോഴൊക്കെയോ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിന് പുറത്താണ് ഞാനത് നിന്നോട് പറയാൻ പോലും തയ്യാറായത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നേ ഇല്ലാതെ ഒട്ടും പറ്റില്ലെന്ന് തോന്നിയത്. സത്യമായിട്ടും എനിക്കിഷ്ടം. പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ പക്വതക്കുറവ് കൊണ്ട് തോന്നിയ ഒരു ക്രഷോ ഒന്നുമല്ല. സത്യമായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടം ഹരിക്കുട്ട നിന്നെ. പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞ കണ്ണിരുന്ന ഒരു തുള്ളി പുറത്തേക്ക് ചാടി. ഹരി അത്രയും നേരം അവളെ നോക്കിയില്ലെങ്കിലും അവസാന നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ തൊണ്ടയിലൂടെ കടന്നുപോയി. ഹരി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നതും റോഷ്നി അവന്റെ മുന്നിലായി വന്നു നിന്നു. ഏട്ടനോടും ഏട്ടത്തിയോടും അച്ഛനോടും എല്ലാവരോടും ഞാൻ ഈ ബന്ധം നടത്തി തരാൻ പറഞ്ഞിട്ടുണ്ട്. അവരതുപോലെ തന്നെ നിന്നോട് സംസാരിക്കും. ഒരു കുഞ്ഞിഷ്ടം ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞിഷ്ടം എന്നോടുണ്ടെങ്കിൽ മാത്രം ഇതിന് സമ്മതിച്ചാൽ മതി. എൻ്റെ വീട്ടുകാർ എന്ത് കരുതും? അവരെ എങ്ങനെ ഫേസ് ചെയ്യും? അവരോടൊക്കെ എന്തു പറയും? അവർ സമ്മതിക്കുമോ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാണ് നീ നിന്റെ ഉള്ളിലെ ഇഷ്ടം മറച്ചു വയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത്. നിനക്കൊരു പ്രശ്നവും വരാത്ത തരത്തിൽ എൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ തീരട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പുറപ്പെട്ടത്. നാളെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയില്ലല്ലോ, ആരോടും പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ പിടിവാശിക്കോ വാശി കൊണ്ട് കരഞ്ഞ് നേടാനോ ഒന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഒത്തിരി സമയമെടുത്ത് ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. അതെന്തായാലും ഞാൻ സ്വീകരിക്കും. നിറഞ്ഞ മനസ്സോടെ ആ തീരുമാനം ഞാൻ അംഗീകരിക്കും. റോഷ്നി പറയുമ്പോൾ അവളെ രണ്ട് കവിളുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. ഹരി അവന്റെ കൈ രണ്ടും ഉയർത്തി റോഷ്നിയുടെ കണ്ണുനീർ പടർന്ന് രണ്ട് കവിളുകളും തുടച്ചു കൊടുത്തു. അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന റോഷ്നി അവന്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടി. കൺപീരികൾ ഒന്ന് വെട്ടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയം ഹരി തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. ആ പോക്ക് കണ്ടപ്പോൾ റോഷ്നിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ഇതുപോലെ ഓരോ വട്ടവും അവനിങ്ങനെ പ്രതീക്ഷകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിടിച്ചങ്ങനെ അവൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹരി അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും ഹാൾ ഓരോരുത്തരായി ഇരിക്കുന്നുണ്ട്.
ലച്ചു അടുക്കളയിലേക്ക് പോയി ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയോട് പറഞ്ഞിട്ട് കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഹരിക്കുള്ളതും റോഷ്നിക്കുള്ളതും ട്രെയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഹരി ഇരിക്കുമോ? ദേവേന്ദ്രൻ പറഞ്ഞിട്ടും ഹരി നോക്കിയത് റയാൻഷിന്റെ മുഖത്തേക്കാണ്. വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം അവന്റെ മുഖത്തുനിന്ന് റയാൻഷിന് വായിച്ചെടുക്കാൻ പറ്റി. ഇരുന്നിടത്തുനിന്ന് ഒരൽപ്പം നീങ്ങി അവന്റെ അടുത്ത് സെറ്റിയിൽ അടിച്ചതും ഹരി അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. നിന്റെ മനസ്സിലുള്ളത് നീ ധൈര്യമായി പറഞ്ഞു. ഞാനുണ്ട് നിന്റെ കൂടെ. ഹരി റയാൻഷിന്റെ അടുത്തേക്ക് ഇരുന്നതും ആരും കേൾക്കാതെ ഹരി അവന്റെ ചെവിയിൽ പറഞ്ഞു. എന്തോ റയാൻഷ് പറഞ്ഞെന്ന് മാത്രം എല്ലാവരും കണ്ടു. പക്ഷെ അതെന്താന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. റയാൻഷ് അങ്ങനെ പറഞ്ഞതും ഹരി അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു ഭാവത്തിലിരിക്കുകയാണ് അവൻ. ഹരിയുടെ നോട്ടം ലച്ചുവിലേക്ക് നീണ്ടു. നെഞ്ചിൽ കൈ കെട്ടി ചുമലിലേക്ക് ചാരി അവനെ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ അവളുടെ മുഖത്ത് കാണാത്ത തരത്തിലുള്ള ഗൗരവം അന്നേരം അവൻ ശ്രദ്ധിച്ചു. ഞങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ഹരി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. റോഷ്നി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അതൊന്നും പറയാൻ. എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയാതെ ദേവേന്ദ്രൻ നിർത്തുമ്പോൾ ഹരിയുടെ നോട്ടം വാതിൽ കടന്ന് അകത്തേക്ക് കയറി വരുന്നവളുടെ മുഖത്തേക്ക് തറഞ്ഞു. അവനെ നോക്കിയാണ് അവളുടെ വരവ്. അവന്റെ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നോട്ടം. ഹരി റോഷനിൽ കണ്ണുകൾ മാറ്റി ദേവേന്ദ്രനെ നോക്കി. ഒരു അച്ഛന്റെ ടെൻഷനോടെ അവനെ നോക്കിയിരിക്കുകയാണ്. വീട്ടിൽ എല്ലാവരും കൂടെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണോ എന്നെ കാണാൻ ഇവിടെ വരികയെന്നത്? ഹരി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അദ്ദേഹം തല കുലുക്കി. കുടുംബത്തിൽ ഒരാളെ പോലും വേണ്ടെന്നുള്ള ഒരഭിപ്രായം പറഞ്ഞില്ലേ? ഹരി വീണ്ടും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. കുഞ്ഞി, അവളുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നും അതിനോട് വിയോജിപ്പ് തോന്നിയില്ല. നിനക്ക് അവളെ തരാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. മുത്തശ്ശൻ ഹരിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവരൊന്ന് ചിരിച്ചു. എനിക്കാരുമില്ല. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു പെങ്ങളുള്ളത് വിവാഹം കഴിഞ്ഞുള്ള ഭർത്താവിന്റെ വീട്ടിലാണ്. അച്ഛനും അമ്മയും മരിച്ചു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഇവിടെ വേറൊരു കൂട്ടുണ്ടാവില്ല. ഉത്തരവാദിത്തങ്ങളും കടമകളും കൂടുതലായിരിക്കും. ഇതുപോലെ ഒരുത്തിന് നിങ്ങളുടെ കുട്ടിയെ കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ഹരി മുത്തച്ഛനെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ റയാൻഷിനെ നോക്കി. അവൻ ഹരിയുടെ പിന്നിലേക്ക് സെറ്റിയിലേക്ക് വലത്തെ കൈ വെച്ച് കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ച് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഹരി. ഞങ്ങളുടെ കുഞ്ഞ് ഒരിഷ്ടം പറയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് രണ്ടാമെന്ന് ആലോചിക്കേണ്ട. ഒന്നാമത് നിന്റെ കാര്യമാകുമ്പോൾ നീ ഒറ്റയ്ക്കായാലും അവളെ നീ പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. രുദ്രൻ പറയുമ്പോൾ ഹരി രുദ്രനെ ഒന്ന് നോക്കി. ഇതൊക്കെ ഇപ്പൊ പറയും. വിവാഹം കഴിഞ്ഞ ഇതൊക്കെ നിങ്ങൾ മാറ്റി പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ എന്റെ മുഖത്ത് നോക്കി ഒരിക്കൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലെ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല. കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും പെൺകുട്ടികൾ അച്ഛനും അമ്മയും അവരുടെ പെൺമക്കളെ എനിക്ക് തരുമെന്നാണ് മുത്തശ്ശ നിങ്ങളുടെ മകൾ എന്നോട് ചോദിച്ചത്. എന്നിട്ട് ആ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്കൊരു പെൺകുട്ടിയെ തരികയെന്ന് പറഞ്ഞാൽ? ഹരി പറഞ്ഞു നിർത്തിയതും റോഷ്നി അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഇതായിരുന്നു അവന്റെ മനസ്സിലെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. എന്തോന്ന് അവന്റെ ഉള്ളിലുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷെ അത് ഇതായിരിക്കുമെന്ന് തോന്നിയിരുന്നില്ല. രാഗിണി നിന്നോട് അങ്ങനെ പറഞ്ഞോ? മുത്തശ്ശൻ ഹരിയുടെ വാക്കുകൾ കേട്ട് വല്ലാത്തൊരു ഞെട്ടലോടെ അവനെ നോക്കി ചോദിച്ചു. വീട്ടിൽ ആരും ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ റയാൻഷും ലച്ചും ഹരിയും റോഷ്നിയും ഒഴിച്ച് ആരും ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഹരി പറഞ്ഞപ്പോൾ അത് കേട്ട ഒരു ഞെട്ടൽ അവിടെ എല്ലാവരുടെയും മുഖത്തുണ്ട്. പറഞ്ഞു. ഇനിയും പറയും. എന്തിനാണ് വെറുതെ? അതുകൊണ്ട് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഹരി പറഞ്ഞതും റോഷനി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ലച്ചുവും ഹരിയെ നോക്കി. അവൻ അങ്ങനെ പറയുമെന്ന് അവൾ കരുതിയില്ല. ലച്ചുവിന്റെ കണ്ണുകൾ റോഷനിയിലേക്ക് നീണ്ടു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ ഹരിയെ നോക്കി നിൽക്കുന്നുണ്ട്. ആരും കുറച്ചു സമയത്തിനൊന്നും മിണ്ടിയില്ല. ഇനി അപ്പച്ചി അങ്ങനെയൊന്നും പറയാതിരുന്ന മതിയോ? അങ്ങനെയാണെങ്കിൽ സമ്മതിക്കോ? ആരും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം റോഷ്നി ചോദിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. ഹരി മാത്രം അവളെ നോക്കിയില്ല. അവൻ കണ്ണുകൾ താഴ്ത്തി തറയിലേക്ക് നോക്കിയിരുന്നു. അതിനൊരുത്തരം പറയാതെ. ഹരി, കുഞ്ഞി പറഞ്ഞ് നീ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ല. കുഞ്ഞിക്ക് വേറെ നല്ല ബന്ധം കിട്ടാഞ്ഞിട്ടോ ഞങ്ങൾക്കതിന് കഴിയാഞ്ഞിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഹരിയോട് ഇങ്ങനെ കെഞ്ചുന്നത്. കുഞ്ഞിക്ക് നിന്നെ അത്ര ഇഷ്ടമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. രുദ്രൻ ഹരിയെ നോക്കി പറയുമ്പോൾ ഹരി മുഖമുയർത്തി രുദ്രനെ ഒന്ന് നോക്കി. അവന്റെ ചുവന്ന കണ്ണുകൾ കണ്ടപ്പോൾ രുദ്രന്റെ കണ്ണുകൾ ചുരുങ്ങി. അപ്പം അടുത്തിരിക്കുന്ന റയാൻഷിനെ നോക്കി. ഒരഭിപ്രായം പറയാതെ എന്തിനോ വന്നതുപോലെ ഒരു ഇരിപ്പായിരിക്കുന്നു. നിനക്കിതിലൊന്നും പറയാനില്ലേ? രുദ്രനെതിരെ ദേഷ്യത്തിൽ കിച്ചുവിനെ നോക്കി. ഞാനെതിരെ എന്തു പറയാനാണ്? ഇവന് സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഈ ബന്ധം മുന്നോട്ട് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ.
ഇവിടെ വന്ന് ഇവനെ നിർബന്ധിക്കാനോ കുഞ്ഞിയുടെ ഇഷ്ടം ഇവനിൽ അടിച്ചമർത്താനോ ഒന്നും പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇവന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാൻ ഇവന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് നടക്കും. അതിന് കുഞ്ഞിവന് ഇഷ്ടമില്ലെന്നോ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നോ അവൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പച്ചി അങ്ങനെ ഒരു കാര്യം അവനോട് പറഞ്ഞതല്ലേ അവന്റെ പ്രശ്നം. അത് സോൾവ് ആക്കിയാൽ ഈ ബന്ധം നടക്കില്ലേ? രുദ്രൻ ഹരിയെയും റയൻഷിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. റയൻഷ് കുഞ്ഞിയെ നോക്കി. പ്രതീക്ഷയുടെ ഹരി നോക്കി നിൽക്കുന്നുണ്ട്. ഹരി ലച്ചുവിനെ നോക്കി. അവൻ ഈ ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഒരു വാടിയ മുഖത്തോടെ നിൽക്കുകയാണ് അവൾ. ഹരി നോക്കുന്ന കണ്ടം ലച്ചു വേഗം കണ്ണു കാണിച്ചു. സമ്മതമാണെന്ന് പറയുന്ന പോലെ നടക്കും. നിങ്ങളുടെ അപ്പച്ചോ വീട്ടിലുള്ളവരോ അങ്ങനെയൊന്നും ഇനി പറയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ നാളെ ഈ ബന്ധം വേണ്ടിയിരുന്നില്ലെന്ന ചിന്ത ഇവിടെ കൂടി ആർക്കും തോന്നിയില്ലെങ്കിൽ എനിക്ക് ഈ ബന്ധത്തിന് സമ്മതമാണ്. ഹരി പറഞ്ഞു നിർത്തിയതും ഒരു നിശ്വാസത്തോടെ റോഷ്നി സെറ്റിയിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. സമ്മതമാണ്. ആ ഒരു വാക്ക് മാത്രം അവന്റെ നാവിൽ നിന്ന് വീണ് കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ എങ്ങനെ വേണമെന്ന് അവൾക്കറിയാം. പക്ഷെ ഇനി അവർ പറഞ്ഞതുപോലെയൊന്നും പറയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അവളുടെ സ്വഭാവം വെച്ച് മുൻപ് പറഞ്ഞതിനേക്കാൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊന്നും ഇല്ലെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ കൂട്ടി ഞാനൊരു ദിവസം അവിടെ വരാം. അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോവാം. ഹരി പറഞ്ഞു നിർത്തിയതും രുദ്രനും ദേവേന്ദ്രനും രാമേന്ദ്രനും എല്ലാവരും ഹരിയെ നോക്കി. ശേഷം തല കുലുക്കി. അവൻ പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം അവന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവൻ എത്രമാത്രം തകർന്നു പോയി കാണുമെന്ന് അവർക്ക് ഊഹിക്കാം. എന്നാ നിങ്ങളുടെ ഒഴിവ് നോക്കി ഉടനെ ഒരു ദിവസം വീട്ടിലേക്ക് വരണം. നിന്റെ വല്യച്ഛനെ വിളിച്ച് ഞാൻ കാര്യം പറയാം. മുത്തശ്ശൻ പറയുമ്പോൾ ഹരി തല കുലുക്കി. എല്ലാവരും പോവാനായി എഴുന്നേറ്റും. രുദ്രൻ ഹരി ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. റയൻഷ് ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. വരുന്നില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്നോ. നിന്റെ ഏട്ടൻ പെണ്ണ് കാണാൻ പോരുമ്പോ ഒരേ ഒരു പെങ്ങൾ അവന്റെ കൂടെ വേണ്ടേ? റയൻഷ് ലച്ചുവിന്റെ വീർത്ത കവിൾ പതി കുത്തിക്കൊണ്ട് പറഞ്ഞു. ലച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. അപ്പോ ഒരേ ഒരു അളിയും വേണ്ടേ? ലച്ചു ചോദിക്കുമ്പോൾ റയൻഷ് ചിരിച്ചു. ലച്ചുവിന് ചിരിയിലേക്ക് നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാ കിച്ചുയുടെ സത്യം പറയോ? ലച്ചു ചോദിക്കുമ്പോൾ അവനിതൊരു ഉത്തരം പറഞ്ഞില്ല. കുഞ്ഞിയുടെ ഇഷ്ടം നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അതുപോലെ ഏട്ടൻ്റെ ഉള്ളിൽ എന്താണെന്നും അറിയാമായിരുന്നു അല്ലേ? ലച്ചു ചോദിക്കുമ്പോൾ അതിനൊരു പതിഞ്ഞ ചിരിയായിരുന്നു മറുപടി. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ കിച്ചുവേട്ടൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു പ്ലാനല്ലേ ഇതൊക്കെ? അല്ലെങ്കിൽ ഈ ബന്ധത്തിന് ബുദ്ധിമുട്ടാണെന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ കിച്ചുവേട്ടൻ മാത്രമൊന്നും സംഭവിക്കാത്ത പോലെ ഒരു ഇരിപ്പായിരുന്നു. അതെന്താ അങ്ങനെ? അതൊക്കെ അങ്ങനെയാണ്. അത് വിട്. എൻ്റെ സ്ത്രീ ഇവിടെ നിന്നോ. ഏട്ടൻ പെണ്ണ് കാണാൻ വരുമ്പോൾ കൂടെ വന്നിട്ട് പിന്നെ അവിടെ നിൽക്കാം. കൂടുതലൊന്നും അവളെ കൊണ്ട് പറയിപ്പിക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അവരൊക്കെ ഹാൾ ഉള്ളതുകൊണ്ട് ലച്ചു പിന്നൊന്നും ചോദിച്ചതുമില്ല. എല്ലാവരും പുറത്തേക്ക് നടന്നു. കാറിൽ കയറാൻ നേരം റോഷ്നി തിരിഞ്ഞു നോക്കി. ഹരി അവളെ നോക്കി മുറ്റത്ത് നിൽക്കുന്നുണ്ട്. തുറന്ന ഡോർ അടച്ചുകൊണ്ട് അവൾ നേരെ അവന്റെ മുന്നിൽ വന്നു നിന്നു. നേരത്തെ കണ്ട ഭാവമൊന്നുമല്ല. കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് ഹരി ഒരു നോട്ടം നോക്കി. ഹരിയുടെ ചുണ്ടിൽ ഒരു ചെറുചിരിയുണ്ട്. അധികം മകത്തിലല്ലെങ്കിലും ഇത്തിരി അകലമുണ്ട്. ശരീരങ്ങൾ തമ്മിൽ പരസ്പരം തട്ടാത്തൊരകലം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വരവും ചർച്ചയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ മാത്രമായി ഒറ്റയ്ക്ക് കിട്ടണോ? റോഷ്നി ദേഷ്യത്തിൽ പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ ചിരിയാണ്. കിട്ടും. അന്ന് ഞാൻ ഇതിനുള്ള മറുപടി തരും. എന്നെ കരയിപ്പിച്ചതിനും പിന്നാലെ നടത്തിപ്പിച്ചതിനുമെല്ലാം എണ്ണി ഞാൻ മറുപടി പറയിക്കും. റോഷ്നി പറയുമ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് തലയാട്ടി. റോഷ്നി അവനിന്ന് തുറച്ചു നോക്കിക്കൊണ്ട് കാറിൽ കയറി. റയൻഷ് കാർ മുന്നോട്ടെടുക്കുമ്പോൾ ഹരിയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ഹരി അതിൽ നിന്ന് ചിരിച്ചു. റയൻഷ് ലച്ചുവിനെ നോക്കി കൈ കാണിച്ചത് അവളും കൈ വീശി കാണിച്ചു. ആ വണ്ടി കണ്ണിൽ നിന്നും മറിഞ്ഞതും ഹരി ഓടി വന്ന് ലച്ചുവിനെ കെട്ടിപ്പിടിച്ചെടുത്ത് ഉയർത്തി വട്ടം കറക്കി. ലച്ചു ആകെ ഞെട്ടി. ഏട്ടാ! താഴെ നിർത്തിയതും ഹരി അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഇത്ര സന്തോഷമോ? ലച്ചു കണ്ണ് തുറച്ചു നോക്കുമ്പോൾ ഹരി നിറഞ്ഞൊരു ചിരി ചിരിച്ചു. അതിനെ ഞാൻ വേണ്ടെന്ന് പറയുമോ? അതെന്റെ കുഞ്ഞിപ്പെണ്ണല്ലേ? ലച്ചുവിന്റെ നിറകിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഹരി പറയുമ്പോൾ ലച്ചു വാ പൊളിച്ചുകൊണ്ട് അവനെ നോക്കി. ഹരി അകത്തേക്ക് പോയതും 1-2 നിമിഷം ഞെട്ടല നിന്നുകൊണ്ട് ലച്ചു അവന്റെ പിന്നാലെ അകത്തേക്ക് കയറി. ഉള്ളിലുള്ള സംശയങ്ങൾക്ക് ഉത്തരമറിയാൻ